ഹൃദയപൂർവം ഭാഗം 54. എൻ്റെ ശരീരത്തിൽ നിന്നും ജീവൻ വേർപ്പെടുന്നതുവരെ, എൻ്റെ ജീവൻ നിലനിൽക്കുന്നതുവരെ ഞാൻ നിൻ്റെ കൂടെയുണ്ടാകും. നീയല്ലാതെ മറ്റൊരാൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഞാനല്ലാതെ മറ്റൊരാൾ നിൻ്റെ ജീവിതത്തിലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് മൂന്നാമത്തെ കെട്ടും അവൻ കെട്ടി. ഓരോ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് അവൻ അവളുടെ കഴുത്തിൽ മഞ്ഞച്ചരടിൽ കോർത്ത ആലിലത്താലി 3 തവണ അവൻ കെട്ടിയത്. നിറക്കണ്ണുകളോടെ അവൾ ആ താലി സ്വീകരിച്ചു. ആ താലി അവൻ കയ്യിലെടുത്തുകൊണ്ട് അതിൽ ചുംബിച്ചു. അതോടൊപ്പം അവളുടെ നെറ്റിയിലും അവൻ ചുംബിച്ചു. എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെയാണ് ആ കാഴ്ച കണ്ടത്. അതിനുശേഷം താലിയിടാനുള്ള മാല അവളുടെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തു. മാഷച്ചനും മാധവിൻ്റെ അച്ഛനും 2 പേരുടെയും കയ്യിലേക്ക് പൂമാല കൊടുത്തു. അത് ചാർത്തിയതിനു ശേഷം മാധവ് അവളുടെ സീമന്തരേഖയിലേക്ക് സിന്ദൂരം ചാർത്തി. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി അവളത് സ്വീകരിച്ചു. പിന്നീട് 2 പേരും അവരവരുടെ പേരെഴുതിയ മോതിരങ്ങൾ പരസ്പരം അണിയിച്ചു. നവീൻ മുന്നിലേക്ക് വന്ന് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മാല മാധവിൻ്റെ കഴുത്തിൽ ഇട്ടുകൊടുത്തു. അത് കണ്ടതും മാധവ് ലക്ഷ്മിയെ ഒന്ന് നോക്കി. നിറപുഞ്ചിരിയോടെ നവീനെയും മാധവിനെയും നോക്കി നിൽക്കുകയായിരുന്നു അവൾ. ഇത് ഞാൻ വാങ്ങിയതല്ല, നിന്റെ പെണ്ണ് വാങ്ങിയതാണ്. ഇത് ഇടേണ്ട കടമയാണ് അവൾ എന്നെ ഏൽപ്പിച്ചത്, അവളുടെ സഹോദരനായതുകൊണ്ട്, നവീൻ പറഞ്ഞു. എൻ്റെ പെങ്ങളെ പൊന്നുപോലെ നോക്കിക്കൊള്ളണം കേട്ടോ, നവീൻ വീണ്ടും പറഞ്ഞു. പൊന്നിനൊക്കെ ഇപ്പോൾ വലിയ വിലയാണ്, അതുകൊണ്ട് എല്ലാം ലോക്കറിൽ വെക്കുകയാണ്. ഇനി നീ പറഞ്ഞത് കേട്ട് ഇവൻ ഈ പെണ്ണിനെ ലോക്കറിൽ വെക്കാതിരുന്നാൽ മതി. ഉദയൻ പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു. മാഷച്ചനാണ് അവളുടെ കൈ പിടിച്ച് മാധവിൻ്റെ കയ്യിലേക്ക് കൊടുത്തത്. ആ കൈ ഇനി ഒരിക്കലും വിടില്ല എന്നതുപോലെ അവനത് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ നിലവിളക്കും നിറപറയും സാക്ഷിയാക്കി 2 പേരും വലം വെച്ചു. പിന്നെ എല്ലാവരുടെയും അനുഗ്രഹവും വാങ്ങി. അമ്പലത്തിൽ വെച്ച് ഒരുപാട് ഫോട്ടോസും മറ്റും എടുത്തു. ആ സമയം എല്ലാം നവീൻ ഇഷാനിയുടെ പുറകിൽ തന്നെ നടക്കുന്നുണ്ട്, അവളെ നോക്കുന്നുണ്ട്. അതെല്ലാം അവൾ കാണുന്നുണ്ടെങ്കിലും അവൾ കാണാത്തതുപോലെ നിന്നു. മാധവിൻ്റെയും മാഷിൻ്റെയും വീട്ടിലായിരുന്നു ഭക്ഷണത്തിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയത്. അമ്പലത്തിൽ നിന്നും എല്ലാവരും അങ്ങോട്ട് പോയി. മാധവിൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി കാറ്. അതിൽ നിന്നും മാധവ് പുറത്തേക്കിറങ്ങി. അവൻ വന്ന് ലക്ഷ്മിയുടെ സൈഡിലെ ഡോറ് തുറന്നു. അവളുടെ കൈ പിടിച്ച് അവൻ പുറത്തേക്കിറക്കി. 2 പേരും ഒരുമിച്ച് കൈ പിടിച്ച് മുറ്റത്തേക്ക് നടന്നു. അപ്പോഴേക്കും സീതാമ്മ നിലവിളക്കുമായിട്ട് വന്നു. ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും പൂമാലയും മറ്റും മിത്ര വാങ്ങി പിടിച്ചു. 7 തിരിയിട്ട് കത്തിച്ച നിലവിളക്ക് ലക്ഷ്മിയുടെ കയ്യിലേക്ക് കൊടുത്തു. നിലവിളക്കും വാങ്ങി പ്രാർത്ഥനയോടെ ലക്ഷ്മി ആ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറി. അവിടെ എവിടെയാണ് പൂജാമുറി എന്നെല്ലാം അവൾക്കറിയാവുന്നത് കൊണ്ടത് അവൾ അവിടേക്ക് വിളക്ക് കൊണ്ടുപോയി വെച്ചു. കൂടെ മാധവും. 2 പേരും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവരെ 2 പേരെയും സോഫയിലായി കൊണ്ടുവന്ന് ഇരുത്തി പാലും പഴവും ബന്ധുക്കളെല്ലാവരും നൽകി. അതിനുശേഷം അവരെയും കൊണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് വാഴത്തോട്ടത്തിലേക്കും മറ്റും പോയി. അപ്പോഴേക്കും അവിടെ ഭക്ഷണമെല്ലാം വിളമ്പി തുടങ്ങി. എല്ലാം കഴിഞ്ഞ് അവർ 2 പേരും ലക്ഷ്മിയോട് ഡ്രസ്സ് മാറാനായിട്ട് അവളെ കൊണ്ടുപോയി. താഴെയുള്ള മിത്രയുടെ മുറിയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ അവൾക്കുള്ള എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. വൈകിട്ട് ചെറിയൊരു ഫംഗ്ഷൻ എന്നൊക്കെ പറയാം. അടുത്തുള്ളവരും അവരുടെ ബന്ധുക്കളും മാത്രം കൂടിച്ചേർന്ന ഒരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലക്ഷ്മിക്ക് ഇപ്പോൾ ഉടുക്കാനായിട്ട് യെല്ലോ കളർ വരുന്ന പട്ടുസാരിയാണ് വാങ്ങിയിരുന്നത്. ഭംഗിയായി തന്നെ ഗംഗ അതും ഉടുപ്പിച്ചു കൊടുത്തു. ആഭരണങ്ങളെല്ലാം മാറ്റി. മാധവ് മഞ്ഞച്ചരടിൽ കെട്ടിയ താലിയും അതിടാനായി ഇട്ടിരിക്കുന്ന വലിയ താലിമാലയും ഒരു മുല്ലമുട്ടുമാലയും മാത്രമാണ് അവൾ ധരിച്ചത്. പിന്നെ കൈകളിൽ സ്വർണ്ണവളകളും കാതിൽ ജിമിക്കി കമ്മലുമായിട്ട് നിൽക്കുന്ന അവളെ കാണാൻ സുന്ദരിയായിരുന്നു. തലമുടി മുഴുവനായിട്ടും അഴിച്ചിട്ടും കുറച്ച് മുല്ലപ്പൂ മാത്രം വെച്ചും മാധവ് തൊട്ടുകൊടുത്ത നെറ്റിയിലെ സിന്ദൂരം വീണ്ടും കുറച്ചുകൂടി നന്നായി തെളിമയോടെ തൊട്ടു. ഇപ്പോൾ ലക്ഷ്മി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ഈ സിന്ദൂരം ചാർത്തിയ പെണ്ണുങ്ങൾക്ക് നല്ല ഭംഗിയാണ് അല്ലെങ്കിലും കാണാൻ, ഇഷാനി പറഞ്ഞു. എന്താണ് മോളെ, നിനക്ക് പെട്ടെന്ന് തന്നെ സിന്ദൂരം ചാർത്താൻ ആഗ്രഹമുണ്ടോ? ഗംഗ ചോദിച്ചതും എനിക്കെന്തായാലും ഒറ്റയ്ക്ക് ചാർത്താൻ പറ്റില്ലല്ലോ, അതിനൊരാൾ വേണ്ടേ, ഇഷാനി പറഞ്ഞു. അത് കേട്ടതും ലക്ഷ്മി ഇഷാനിയെ ഒന്ന് പാളി നോക്കി. എൻ്റെ ഏട്ടൻ റെഡിയാണ്, ലക്ഷ്മി പതിയെ പറഞ്ഞു. നിന്റെ കോട്ടൻ അങ്ങനെ നടക്കത്തേയുള്ളൂ. ഇത്രയും സമയമായിട്ടും അയാൾക്ക് എന്നോട് വന്ന് അയാളുടെ മനസ്സിലെന്താണെന്ന് പറയാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ എൻ്റെ പട്ടി പ്രണയിക്കും, ഇഷാനി പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്ത് ആണുങ്ങൾ തന്നെ വന്ന് പറയണം എന്നില്ലല്ലോ, ചേച്ചിയുടെ മനസ്സിലുള്ളത് ചേച്ചിക്ക് പറയാലോ,
ലക്ഷ്മി പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഞാൻ പറയുന്നില്ല. എന്നാ പിന്നെ ഞാൻ പറയട്ടെ? ലക്ഷ്മി ചോദിച്ചു. നീ ആദ്യം പുറത്ത് നിൽക്കുന്ന നിന്റെ കെട്ടിയനില്ലേ, അവനോട് ചെന്ന് നിന്റെ പിണക്കം മാറ്റ്. ഇന്നലെ മുതൽ പിണങ്ങി നടക്കുകയായിരുന്നില്ലേ? ചെറുതായിട്ട് പിണക്കം മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് രാത്രിയോട് കൂടി മുഴുവനായിട്ടും പിണക്കം മാറും. പിന്നെ അത് വലിയൊരു ഇണക്കത്തിലേക്കാണോ അല്ലെങ്കിൽ ഇണ, അത്രയും പറഞ്ഞതേയുള്ളൂ. അവൾ ബാക്കി എന്താണ് പറയാൻ പോകുന്നത് എന്ന് മനസ്സിലായതുപോലെ ലക്ഷ്മി വേഗം വന്ന് അവളുടെ വായ പൊത്തിപ്പിടിച്ചു. അയ്യോ എൻ്റെ പൊന്നു ചേച്ചി, ഞാനൊന്നും പറയുന്നില്ല. ഞാനും മാധവേട്ടനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, അവൾ പറഞ്ഞു. ആ, എപ്പോഴും ഇത് കണ്ടാൽ മതി, വീണ്ടും ഇഷാനി പറഞ്ഞു. ചേച്ചി ഡ്രസ്സ് മാറുന്നില്ലേ? ലക്ഷ്മി ചോദിച്ചു. ആ, ഇനിയിപ്പോൾ നമ്മളെയൊന്നും വേണ്ടല്ലോ, നമ്മളെയൊന്നും ആർക്കും ഇഷ്ടമല്ലല്ലോ. ഇനിയിപ്പോൾ മാധവനെ മാത്രമേ കണ്ണി പിടിക്കൂ, അവൾ പറഞ്ഞതും പെട്ടെന്ന് ലക്ഷ്മി ഇഷാനിയുടെ കയ്യിൽ പിടിച്ചു. അങ്ങനെ അങ്ങനെ പറയല്ലേ ചേച്ചി, അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് നിങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. എനിക്ക് മാധവേട്ടനെ കിട്ടിയെന്ന് കരുതി ഞാൻ നിങ്ങളെ മറക്കോ? നിങ്ങളോടുള്ള എൻ്റെ ഇഷ്ടം എനിക്ക് ഈ ഭൂമിയിൽ എൻ്റെ സ്വന്തം എന്ന് പറയാൻ നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അവളുടെ കണ്ണുകൾ നിറഞ്ഞ് താഴേക്ക് ഒഴുകുന്നത് കണ്ടതും ഇഷാനിക്കും സങ്കടം തോന്നി. അവൾ പെട്ടെന്ന്, അയ്യേ, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ. അപ്പോഴേക്കും പെണ്ണ് കരഞ്ഞു. നീ ഇവിടെ വന്ന് ഞങ്ങളുടെ മാധവേട്ടൻ്റെ കൊച്ചിനെ കരയിക്കാൻ നിൽക്കാണോ? ഗംഗ ചോദിച്ചതും ഞാനൊരു തമാശ പറഞ്ഞപ്പോഴേക്കും മാധവേട്ടൻ്റെ കൊച്ച് ഇങ്ങനെ കരയുമെന്ന് ആരെങ്കിലും കരുതിയോ? ഇഷാനി അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുക്കാൻ പോയതും, പൊന്നു മോളെ കൊളമാക്കല്ലേ, ഞാൻ തുടച്ചോളാം. നീ വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, എന്നിട്ട് നിന്നെ വേണമെങ്കിൽ ചെറുതായിട്ട് ഒന്ന് മേക്കപ്പ് ചെയ്യാം, ഗംഗ പറഞ്ഞു. എന്തിന്? എന്നെ കാണാൻ ആര് വരാനായിട്ടാണ് ഞാൻ ഈ അണിഞ്ഞൊരുങ്ങുന്നത്? ഇഷാനി പറഞ്ഞതും, ആ നവീൻ ചേട്ടൻ നിന്റെ പുറകെ നടക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഒരു കൈ നോക്കായിരുന്നില്ലേ? ഒന്നുമില്ലെങ്കിലും ഒരു അധ്യാപകനല്ലേ, ഗംഗ പറഞ്ഞു. അത് എനിക്ക് മാത്രം അങ്ങോട്ട് പോരല്ലോ, ഇങ്ങോട്ടും വേണ്ടേ? ഇങ്ങോട്ടുണ്ട് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ആ മനസ്സിൽ തന്നെ അയാൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എപ്പോഴാണ് അയാൾ ഇനി ഇത് പുറത്ത് കൊണ്ടുവരിക? അപ്പോഴേക്കും എൻ്റെ മുക്കിൽ പല്ല് വരാതിരുന്നാൽ മതി, ഇഷാനി പറഞ്ഞതും. അത്രയ്ക്കൊക്കെ ആയോ? ഗംഗ ചോദിച്ചു. പിന്നല്ലാതെ, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആ കാലിൻ്റെ പുറകെ നടക്കാൻ ഞാൻ തുടങ്ങിയിട്ട്, ഇഷാനി പറഞ്ഞതും അത് കേട്ട് ഗംഗ കണ്ണ് തള്ളി നിന്നു. അത് കേട്ടുകൊണ്ടാണ് സാന്ദ്രയും വന്നത്. നീ ഇപ്പോൾ എന്താ പറഞ്ഞത്? സാന്ദ്ര ചോദിച്ചു. ഈ കുരിപ്പ് ഇപ്പോൾ എവിടെ നിന്നാണ് വന്നത്? ഈശാനി ചോദിച്ചു. ഞാൻ ഇവിടേക്ക് തന്നെയുണ്ടായിരുന്നു. നീ പറ, നീ ഇപ്പോൾ എന്താ പറഞ്ഞതെന്ന് സാന്ദ്ര ചോദിച്ചു. ഒന്നുമില്ല. അല്ലല്ലോ, നീ കുറേ നാളായിട്ട് നവീൻ ചേട്ടൻ്റെ പുറകെ നടക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ, കുറേ നാളായി ഞാൻ നടക്കുന്നു. പക്ഷേ ആ മനുഷ്യൻ എന്നെ കണ്ട ഭാവം വയ്ക്കുന്നില്ല. എന്ന് വെച്ച് നീ എങ്ങാനും ഇതുപോയി എൻ്റെ ഏട്ടനോട് പറഞ്ഞാ നിന്നെ ഞാൻ ഈ നാട്ടിൽ നിന്ന് ഓടിക്കും. ഓ, ഞാൻ പറയുന്നില്ല, അത് നീ നിന്റെ നാട്ടിൽ നിന്ന് ഓടിക്കും എന്നുള്ളത് കൊണ്ടല്ല, കുറച്ച് അനുഭവിക്കാനുണ്ട്. നിന്റെ ഏട്ടനെ ഇഷ്ടമാണെന്ന് ഞാൻ നിന്നോട് വന്ന് പറഞ്ഞു, എന്നിട്ട് നീ എനിക്കിട്ട് പാര പണിതു. നീ അതുകൊണ്ട് കുറച്ച് നാൾ നവീൻ ചേട്ടൻ്റെ പുറകെ നടക്ക്, സാന്ദ്ര പറഞ്ഞു. എന്നിട്ട് ഞാൻ തന്നെയല്ലേ നിന്റെ കൂടെ എല്ലാത്തിനും നിന്നത്? എൻ്റെ ഏട്ടനെ വളച്ച് നിനക്ക് തന്നത് ഞാനല്ലേ? ഇഷാനി ചോദിച്ചു. നിന്റെ ചേട്ടൻ എന്താ കമ്പിയോ വളയ്ക്കാൻ? സാന്ദ്ര ചോദിച്ചു. കമ്പിയാണോ കമ്പിക്കഥയാണോ എന്നൊന്നും എനിക്കറിയില്ല, അത് പറയേണ്ടത് നീയല്ലേ. അയ്യേ, ഒരു നാണവും ഇല്ലല്ലോ ഇതിന്, സാന്ദ്ര പറഞ്ഞു. അതെ ചേച്ചി, രണ്ടെണ്ണത്തിനും അതെ, ലക്ഷ്മി ഇഷാനിയെയും ഗംഗയെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. നീയും ഇന്നലെ വരെ സിംഗിളായിരുന്നു, ഇപ്പോഴാണ് നീ മിങ്കിളായത്. അത് നീ ഓർക്കണം. സിംഗിളായ എന്നെപ്പോലെയുള്ളവരുടെ സങ്കടം ഇനിയിപ്പോൾ നിനക്കതൊന്നും ഓർക്കണ്ടല്ലോ. ദൈവത്തെ ഓർത്ത് ഇനിയൊന്നും പറയല്ലേ, ലക്ഷ്മി കൈകൾ കൂപ്പി പറയുന്നത് കേട്ടതും അയ്യേ പറഞ്ഞപ്പോൾ തന്നെ ഈ പെണ്ണിന് പേടി. അപ്പോൾ ഇന്ന് മാധവേട്ടൻ പാവം, അങ്ങേരുടെ ഫസ്റ്റ് നൈറ്റ് ഇന്ന് കോളമാകാനാണ് സാധ്യത, ഇഷാനി പറഞ്ഞു. കുട്ടികളെ, റെഡിയായില്ലേ നിങ്ങൾ എന്ന സീതാമ്മയുടെ ശബ്ദം കേട്ടതും കഴിഞ്ഞോ, വാതിൽ തുറന്നിരിക്കുകയാണ്, ഗംഗ പറഞ്ഞു. സീതാമ്മ അകത്തേക്ക് വന്നു. റൂമിൽ വന്നപ്പോൾ ഒരുങ്ങി നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടതും അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്നാ മോളെ വാ, അവിടെ മാധവ് നിന്നെ കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവളെയും കൊണ്ട് പുറത്തേക്ക് പോയി. എന്നാ പിന്നെ ഇനി നമ്മളായിട്ട് എന്തിനാ ഇവിടെ നിൽക്കുന്നത്?
നമുക്കും പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് എല്ലാവരും പോയി. ലക്ഷ്മിയും കൊണ്ട് സീതാമ്മ പുറത്തേക്ക് ചെന്നപ്പോൾ കാണുന്നത് ഉദയനോടും നവീനോടും മറ്റും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന മാധവിനെയാണ്. യെല്ലോ കളർ ഷർട്ടായിരുന്നു മാധവും ധരിച്ചത്. ഉദയനും നവീനും മാധവിൻ്റെ പുറകിലേക്ക് നോക്കുന്നത് കണ്ടതും മാധവ് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് അമ്മയുടെ കൈ പിടിച്ചു കൊണ്ടുവരുന്ന ലക്ഷ്മിയെ അവൻ കാണുന്നത്. യെല്ലോ കളർ സാരി ഉടുത്തപ്പോൾ അവൾക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ പെണ്ണ് ഏത് കളർ സാരി ഉടുത്താലും ഇതിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. തൻ്റെ സെലക്ഷൻ ഒട്ടും മോശമായില്ല എന്ന് ആ സമയം മാധവ് ഓർത്തു. മാധവിൻ്റെ അടുത്ത് ലക്ഷ്മിയെ ആക്കിക്കൊണ്ട് സീതാമ്മ പോയി. മാധവ് ലക്ഷ്മിയുടെ കൈ പിടിച്ച് അങ്ങോട്ട് കയറിയിരുന്നു. അവിടെ ഒരു സ്റ്റേജ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ട് ഇതൊക്കെ എപ്പോ എന്നുള്ള രീതിയിൽ ലക്ഷ്മി നോക്കി. നമ്മൾ അമ്പലത്തിൽ പോയി വന്നപ്പോഴേക്കും ഇവരെല്ലാവരും കൂടി ഇവിടെ ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, മാധവ് പറഞ്ഞു. മാധവ് ലക്ഷ്മിയുടെ കൈ പിടിച്ച് സ്റ്റേജിലേക്ക് കയറിയിരുന്നു. ഇതേ സമയം ഗംഗയുടെ ഫോൺ റിങ് ചെയ്തു. ഫോൺ എടുത്തതും ഇപ്പോഴെങ്കിലും നിനക്കെന്നെ വിളിക്കാൻ തോന്നിയല്ലോ. എവിടെയായിരുന്നു? എത്ര സമയമായെന്നറിയോ ഞാൻ നിന്നെ നോക്കി നിൽക്കുന്നത്? നീ എവിടെ പോയതാ? 2-3 ദിവസമായല്ലോ ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട്. ഗംഗ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അല്പം മാറി നിന്നു. ഗംഗ, ഞാൻ... എന്താ സന്ദീപ്, നിനക്ക് കാണണ്ടേ എന്നെ? നീ ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നീ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നീ തിരക്കിലായിരുന്നു. എന്തു പറ്റി? ദേവർ മഠത്തിൽ അഡ്വക്കേറ്റ് സതീശൻ നായരുടെയും സാവിത്രി സതീശൻ നായരുടെയും മകൻ സന്ദീപിന് പെട്ടെന്ന് എന്നെ മടുത്തോ? ഗംഗ ചോദിച്ചതും ഗംഗേ എന്നുള്ള ദേഷ്യത്തോടെയുള്ള വിളിയായിരുന്നു. പിന്നെ ഞാൻ എന്താ സന്ദീപ് ചിന്തിക്കേണ്ടത്? മാധവീട്ടിൻ്റെ വിവാഹത്തിന് ഇവിടെ വരാമല്ലോ, കുറച്ച് ദിവസം നിൽക്കാമല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ സന്തോഷിച്ചിരുന്നു. അതിനേക്കാൾ സന്തോഷം നിൻ്റെ ഒപ്പം കുറച്ച് സമയം കിട്ടുമല്ലോ എന്നോർത്തായിരുന്നു. പക്ഷെ നീ എവിടെയാണ് എന്ന് പോലും അറിയാതെ ഞാൻ ശരിക്കും പേടിച്ചു പോയി. സങ്കടമുണ്ടായിരുന്നു. പക്ഷേ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാവരുടെയും മുന്നിൽ ചിരിച്ച് നടക്കുമ്പോൾ നെഞ്ചിലൊരു പിടപ്പായിരുന്നു. പിന്നെ അറിഞ്ഞത് നിൻ്റെ സഹോദരി സിത്താരയ്ക്ക് വയ്യാണ്ടായത്, അതുകൊണ്ട് ചെന്നൈക്ക് പോയിരിക്കുകയാണ് എന്ന്. ഇവിടെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് എന്ത് ഫംഗ്ഷന് പോയിരിക്കുകയാണ് എന്നല്ലേ. ഞാൻ നിൻ്റെ ഓഫീസിൽ വിളിച്ചപ്പോഴാണ് നിൻ്റെ കൂട്ടുകാരനാണ് പറഞ്ഞത്. നിനക്ക് പിന്നെ എന്നോടൊന്നും പറയാൻ താല്പര്യമില്ലല്ലോ. നീ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ടെൻഷൻ അടിക്കില്ലല്ലോ. എന്നെ സങ്കടപ്പെടുത്തുന്നതിലും ഞാൻ ടെൻഷൻ അടിക്കുന്നതും കാണാനല്ലേ നിനക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെയൊന്നുമില്ല ഗംഗ. പിന്നെ എന്താ പറ്റിയത്? പിന്നെ നിനക്ക് എന്താ എന്നെ വിളിച്ച് പറഞ്ഞാൽ? എല്ലാ ദിവസവും വിളിക്കുന്നവൻ പെട്ടെന്ന് വിളിക്കാതിരിക്കുമ്പോൾ എനിക്ക് സങ്കടമാവും എന്ന് ചിന്തിച്ചില്ലേ? ഓ, ഞാനൊരു കാര്യം മറന്നു. നിന്റെ സഹോദരിയേക്കാൾ വലുതൊന്നുമല്ലല്ലോ നിനക്ക് ഞാൻ. അല്ല, എന്താ അവൾക്ക് പറ്റിയത്? അവളുടെ അഹങ്കാരത്തിന് എന്തെങ്കിലും ആങ്ങളമാർ വേണ്ട എന്ന് എതിർത്ത് പറഞ്ഞോ? ഗംഗ ചോദിച്ചതും സന്ദീപ് ഒന്നും മിണ്ടിയില്ല. എന്താ സന്ദീപ്, അവൾ ആഗ്രഹിച്ചത് നിങ്ങൾ ആങ്ങളമാർ നേടിക്കൊടുത്തില്ലേ അവൾക്ക്? അതിനുവേണ്ടി അവൾ അവളുടെ സ്വന്തം തല അടിച്ച് പൊട്ടിച്ചോ? അങ്ങനെയാണല്ലോ പതിവ്. 15 വയസ്സുകാരിയ ഒരു പെൺകുട്ടിയാണ് അവളെന്ന് ഓർക്കണം. അവളുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ അത് അവൾക്ക് ആവശ്യമാണോ എന്ന് കൂടി നീ അറിഞ്ഞിരിക്കണം. നീ മാത്രമല്ല, എല്ലാവരും. പിന്നെ എല്ലാം ഒന്നും പണം കൊടുത്താൽ കിട്ടില്ല എന്ന് നീ നിന്റെ സഹോദരിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. അപ്പോൾ നീ അറിഞ്ഞോ? സന്ധി ചോദിച്ചു. അറിഞ്ഞു. നീ എന്നോട് പറഞ്ഞില്ലെങ്കിലും നിന്റെ കൂട്ടുകാരനോട് നീ വ്യക്തമായ കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു. എൻ്റെ സങ്കടം കണ്ടിട്ട് അവന് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞത്. നിനക്ക് ഞാൻ സങ്കടപ്പെട്ടാലും ഇനി ഞാൻ ചത്താലും നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണോ സന്ദീപ്? അല്ല, നിന്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ അല്ലേ? പക്ഷേ ഒരു കാര്യം നീ മറക്കരുത്, ഞാൻ നിന്റെ ഭാര്യയാണ്. ആരറിഞ്ഞിട്ടില്ലെങ്കിലും ലീഗലി ഞാൻ നിന്റെ ഭാര്യയാണ്. അതും നിന്റെ ആഗ്രഹപ്രകാരം, നിന്റെ വാശി പിടിച്ച് നീ നടത്തിയെടുത്തതാണ് നമ്മുടെ വിവാഹം. ഇപ്പോൾ അത് വേണ്ടാന്ന് പ്ലീസ് ഗംഗ, അങ്ങനെ പറയല്ലേ. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം നീയാണ്. ശരിയാണ്, പറയാൻ പറ്റിയില്ല. അതിന് കാരണം അറിയാം, മാധവേട്ടൻ എൻ്റെ സഹോദരനായതുകൊണ്ട് അല്ലേ? പക്ഷേ ഒരു കാര്യം മറക്കരുത് സന്ദീപ്, ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് നിങ്ങളെ സഹോദരി ആഗ്രഹിക്കുന്നത്. പിന്നെ പ്രണയവും ഇഷ്ടവും ഒന്നും പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ സന്ദീപ്.
നീ എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ പ്രണയം തട്ടിയെടുത്തതുപോലെ, പിടിച്ചു വാങ്ങിയതുപോലെ. എന്തായാലും നിന്റെ തിരക്കെല്ലാം കഴിയുമ്പോൾ സൗകര്യം പോലെ വിളിച്ചാൽ മതി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും കുറച്ച് ദിവസം. അത്രയും പറഞ്ഞ് അവൾ തിരിയുമ്പോൾ അവളുടെ പുറകിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവൾ ഞെട്ടി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. പിന്നെ സൂര്യചന്ദ്രയും നീയൻ ജീവനിലും രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം രാവിലെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഞാനത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.